പിതാവേ, അങ്ങയ്ക്കെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ പുത്രനെന്ന് വിളിക്കാൻ ഞാൻ ഇനി യോഗ്യനല്ല. അവിടുത്തെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയോട് ഞാൻ പറഞ്ഞു, എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ എനിക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ ഭാഗം ഞങ്ങൾക്ക് താട്ടെ, അല്ലെങ്കിൽ ഈശോ തന്നെ ഞങ്ങളുടെ ജീവൻ തിരിച്ചെടുക്കുന്നു. രണ്ടാമത് ഈ മക്കളെ ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു. കാരണം അത്രയ്ക്കും എനിക്ക് ഒന്നും കിട്ടാത്തൊരവസ്ഥ വന്നിരുന്നു. പരിശുദ്ധാത്മാവിനെ വിളിച്ചങ്ങനെ അടച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ രണ്ട് കണ്ണുകൾ കൊണ്ട് തന്നെ, അത് ആത്മയാത്രം കൊണ്ട് തന്നെ കണ്ടു. ഒരു മനുഷ്യൻ, അതായത് കൊമ്പും വാലും ഉള്ള ഒരു മനുഷ്യൻ എന്നിൽ നിന്ന് ഇറങ്ങിയിട്ട്, നിന്നെ ഞാൻ കൊണ്ടുപോകും, ഞാൻ പോകാണ്, പക്ഷേ നിന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അടിയിലേക്ക് കടന്നുപോയതായിട്ട് ഞാൻ കണ്ട അനുഭവം എനിക്കുണ്ട്. മദ്യം കഴിക്കണമെന്നാണ് ആസക്തിയിൽ ഞാൻ പോകുന്ന സമയത്ത് ഞാൻ ടൗൺ കപ്പളയിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ പുത്തപ്പാനയുടെ പുസ്തകം ഇരിക്കുന്നുണ്ടാവും. ഞാൻ ആ പുത്തപ്പാനയുടെ പുസ്തകത്തിന് മുമ്പിൽ നോക്കിക്കൊണ്ട് മുൾമുടി കൂടി ഈശോയുടെ ചിത്രമാണ്. അപ്പം ഞാൻ പറയും, എന്നെ മദ്യത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഈശോ എന്ന് പറഞ്ഞാൽ ഞാൻ മദ്യം കഴിക്കാൻ പോകണേ. ഒരു തകിട് ഞാൻ തരാം, അത് നിങ്ങൾ എൻ്റെ ഈ കടയിൽ വെക്കി, അത് ഞാൻ കുറച്ച് 6 മാസം കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങളോട് റൂം എടുത്ത് കച്ചവടം ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് അതിഭയങ്കര ജീവിതം വലിയ പുരോഗതിയായിരിക്കും. നിങ്ങൾ ജോലി എന്ത് ബിസിനസ് ചെയ്താൽ അവിടേക്ക് ആളുകൾ ക്യൂ നിൽക്കും സാധനങ്ങൾ മേടിക്കാനെന്നൊക്കെ പറഞ്ഞു തരുന്നു. എന്നെ ആരെല്ലാം അത് ഉപദ്രവിച്ചെന്ന് എനിക്ക് അന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഇന്നെല്ലാം എനിക്ക് നന്മയായാണ് തരുന്നത്. ഒരാളുടെ ഇത് എന്നെ വെട്ടിയൊരുക്കലായിരുന്നു എന്ന് എനിക്ക് പിന്നീട് ബോധ്യം നടന്നു. എല്ലാം എൻ്റെ നന്മയ്ക്കായിട്ട് മാത്രമാണ്. എനിക്ക് കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കാനും ഞാൻ നശിച്ചു പോകാതിരിക്കാനും കർത്താവ് എന്നെ അടുപ്പിച്ചതാണെന്ന് എനിക്ക് തോന്നൽ കിടന്നത്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ദൈവാനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ, ഞാൻ ജീവിതത്തിൽ എല്ലാ കഷ്ടപ്പാടിനെയും അതിജീവിക്കുവാനും എനിക്ക് ജീവിതത്തിലേക്ക് ഈശോയോട് ഉള്ളടുക്കുവാനും എനിക്ക് പ്രേരണ നൽകിയ വചനം ധൂർത്തപുത്രൻ്റെ ഉപമയാണ്. ധൂർത്തപുത്രൻ്റെ ഉപമയിൽക്കുള്ള വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴാണ് ഈശോൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ ഇടപെടലുകൾ ഉണ്ടായത്. എൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ, ഞാൻ ചെറുപ്പത്തിൽ മൂക്കന്നൂർ അനാഥശാലയിലായിരുന്നു. 1, 2, 3 ക്ലാസ്സുകളിൽ അനാഥശാലയിൽ പഠിച്ചു. ഞാൻ അവിടുന്ന് പോന്നു. 4, 5 ക്ലാസ്സുകളിൽ കിടങ്ങൂർ ചെറിയ സ്കൂളിലും വലിയ സ്കൂളിലുമായി ഞാൻ പഠിച്ചു. 5ാം ക്ലാസ്സിൽ എനിക്ക് ജീവിത സാഹചര്യത്തിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് പഠനം നിർത്തേണ്ടി വന്നു. 10ാമത്തെ വയസ്സിൽ പഠനം നിർത്തി ഇറങ്ങിയിട്ട് ഞാൻ ജീവിതത്തിൻ്റെ ഭാരവുമായിട്ട് എട്ടാനായിട്ട് അതെൻ്റെ 11 വയസ്സുള്ളപ്പോൾ ഞാൻ അലക്കി പോയിട്ടുണ്ടാവുമെന്ന് ഞാൻ ധരിക്കുന്നത്. അവിടുന്ന് ഞാൻ ഹോട്ടൽ പണിക്ക് പോയി, ഹോട്ടൽ പണി ചെയ്തു. വീണ്ടും കച്ചവടത്തിൻ്റെ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പനമ്പിൻ്റെ ബിസിനസ്സുമായിട്ട് തൃശ്ശൂർ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്കും നമ്മളങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോയി. അങ്ങനെ അവരുടെയുള്ള എല്ലാ സാഹചര്യങ്ങളിലുള്ള ആളുകളുമായിട്ട് ഞാൻ ഇടപെടേണ്ടി വന്നു എനിക്ക്. അങ്ങനെ വന്ന് ജീവിത സാഹചര്യം ഒത്തിരി പാവാവസ്ഥയിലും അങ്ങനെ കഴിയുമ്പോൾ ഈശോയുടെ ഇടപെടൽ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഉള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത്. വീണ്ടും അവിടെ ഞാൻ റൈസ് മില്ലിൽ ഒത്തിരി കാലങ്ങൾ പണിതു. അവിടുന്ന് അങ്ങനെ ഞാൻ ചായക്കടക്കാരനായിട്ട് ടൗണിൽ പോയി അത് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം വലിയ പാവാവസ്ഥയിലേക്കാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ അതേ സമയത്ത് ഞാൻ ഒരു ദിവസം എനിക്ക് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിൽ ഇടിമുഴക്കത്തിൻ്റെ മാതിരി അതെനിക്കൊരു അനുഭവം എനിക്ക് പറഞ്ഞറിയിക്കാൻ എനിക്ക് ഇത് ചെയ്യാൻ സാധിക്കില്ല. അതുപോലൊരു സൗണ്ട് ഞാൻ കേട്ടു. പക്ഷേ എനിക്ക് പിന്നീട് മനസ്സിലായ സൗണ്ട് ഞാൻ മാത്രമേ കേട്ടുള്ളൂ. ഹൃദയം ഇങ്ങനെ തകർന്നു പോകണമാതിരി എനിക്ക് തോന്നിയത്. അത് ഇപ്പോഴും നോക്കുമ്പോൾ എനിക്ക് അതുപോലെയാണ്. നീ ഇനിമേൽ പാപം ചെയ്യരുത്, നിന്നെ ഞാൻ രക്ഷിക്കാമെന്നുള്ളൊരു വാക്ക് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷെ അത് കേട്ടെങ്കിലും എനിക്കത് ആ ജീവിതത്തിലേക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ പക്ഷെ അതിനോട് ധ്യാനത്തിന് പോയി, മുരിങ്ങൂർ ഡിവൈനിലൊരു ധ്യാനത്തിന് പോയി. ആ ധ്യാനത്തിന് ഭയങ്കര സ്തുതിപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, പരിശുദ്ധാത്മാവിനെ വിളിച്ചങ്ങനെ അടച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ രണ്ട് കണ്ണുകൾ കൊണ്ട് തന്നെ, അത് ആത്മയാത്രം കൊണ്ട് തന്നെ കണ്ടു. ഒരു മനുഷ്യൻ, അതായത് കൊമ്പും വാലും ഉള്ള ഒരു മനുഷ്യൻ എന്നിൽ നിന്ന് ഇറങ്ങിയിട്ട്, നിന്നെ ഞാൻ കൊണ്ടുപോകും, ഞാൻ പോകാണ്, പക്ഷേ നിന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അടിയിലേക്ക് കടന്നുപോയതായിട്ട് ഞാൻ കണ്ട അനുഭവം എനിക്കുണ്ട്. ധ്യാനം കഴിഞ്ഞ് ഞാൻ പോന്നു കഴിഞ്ഞപ്പോൾ ഈശോൻ്റെ കൂടെ ഉണ്ടെന്നൊക്കെ എനിക്ക് തോന്നി. ഞാൻ നടക്കുന്ന വഴിയിലൊക്കെ എൻ്റെ കൂടെ ഈശോൻ്റെ കൈ പിടിച്ച് നടക്കണമെന്നൊക്കെ എനിക്ക് തോന്നി. വീണ്ടും ഞാൻ പഴയ ഇതിലേക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മാറി. അങ്ങനെ ഞാൻ പാപത്തിൻ്റെ ഇതൊക്കെ ഞാൻ ജീവിച്ചങ്ങനെ ഇരുന്ന എല്ലാ തൊഴിലുകളും നഷ്ടപ്പെട്ട് അവിടെ ഇരുന്ന് കച്ചവടം ചെയ്യുന്നിടത്ത് പോലും ഒന്നും എനിക്ക് കിട്ടില്ല എന്നുള്ള അവസ്ഥയിൽ വൈകുന്നേരം വരെ ഇരുന്നാൽ പോലും ഒരു 50 രൂപയ്ക്ക് പോലും വിൽക്കാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ ഞാൻ ഈ ചെറുപ്പത്തിൽ അനാഥാലയത്തിൽ ആയിരുന്നായിരുന്നു അന്ന് കിട്ടിയേക്കണേ ആ ദൈവത്തിൻ്റെ അനുഭവം, അതായത് ആ ബൈബിളിൻ്റെ ആ വചനം കിട്ടിയേക്കണതിൻ്റെ പേരിൽ ഞാൻ ബൈബിൾ തുറന്നപ്പോൾ നിൻ്റെ ഓഹരി വെട്ടി കുറച്ചിരിക്കുന്നുള്ളൊരു കർത്താവ് എന്നോട് സംസാരിക്കാമെന്ന് എനിക്ക് തോന്നി.
അങ്ങനെ ഞാൻ നിരാശരിക്കണ എൻ്റെ വീട് ജപ്തിക്ക് വെച്ചേക്കാണ്. അത്രയും ബുദ്ധിമുട്ടിൽ ഞാനിരിക്കുന്ന സമയത്താണ് എൻ്റെ അടുക്കൊരു സഹോദരൻ വരുന്നത്. അദ്ദേഹത്തെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു എന്താണെന്നെനിക്ക് ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ. പക്ഷെ അദ്ദേഹം വന്ന് എനിക്കൊരു വലിയൊരു പ്രലോഭനമായിട്ടൊരു ഇത് തന്നു. അപ്പോൾ അത് എൻ്റെ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയും അപ്പോഴത്തെ ഞാൻ ജീവിച്ചിരിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് വീണ്ടും എന്നെ മനസ്സിലാക്കുകയും എൻ്റെ ഭവനം നഷ്ടപ്പെടുന്നൊക്കെ അങ്ങനെ എന്നോട് നിങ്ങൾ പറയുകയാണ്. അങ്ങനെയൊക്കെ താങ്കളെ ഞാൻ രക്ഷപ്പെടുത്താട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നോടൊരു ഓഫർ തരുന്നതാണ്. അത് തന്നു കഴിഞ്ഞപ്പോൾ അത് എന്താണെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സാധനം ഞാൻ കാണാനായിട്ട് ഞാൻ അനുവദിച്ചില്ല, അത് ഞാൻ നേരിട്ട് കണ്ടില്ല, ഒരു തകിട് ഞാൻ തരാം, അത് നിങ്ങൾ എൻ്റെ ഈ കടയിൽ വെക്കി, അത് ഞാൻ കുറച്ച് 6 മാസം കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങളോട് റൂം എടുത്ത് കച്ചവടം ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് അതിഭയങ്കര ജീവിതം വലിയ വലിയ പുരോഗതിയായിരിക്കും, നിങ്ങൾ ജോലി എന്ത് ബിസിനസ് ചെയ്താൽ അവിടെയൊക്കെ ആളുകൾ ക്യൂ നിൽക്കും സാധനങ്ങൾ മേടിക്കാനെന്നൊക്കെ പറഞ്ഞു തരുന്നു. പക്ഷെ ഞാൻ എത്ര പാപത്തിലായിരിക്കുമ്പോഴും മദ്യം കഴിക്കുമ്പോഴും ഏത് സമയത്തായാലും ഞാനൊരു ഈശോയുടെ കുരിശോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും അങ്ങനെയുള്ളൊരു ഇത് ഉണ്ടാകും. എപ്പോഴും ഞാൻ ആ തെറ്റൊക്കെ ചെയ്യുമ്പോഴും ഞാൻ ഈശോനെ വിളിക്കും, ഉപേക്ഷിക്കലേമുണ്ട്. അങ്ങനെ അന്ന് എൻ്റെ കടയിൽ ഒരു തിരുഹൃദയത്തിൻ്റെ ഒരു ചെറിയ രൂപം, അതിങ്ങനെ ഇത്രയും വലിപ്പത്തിലുള്ളൂ, അതിങ്ങനെ കാന്തത്തമ്മ പിടിപ്പിച്ച് വയ്ക്കണം, അതിൻ്റെ പുറകിൽ കാന്താണ്, അതിങ്ങനെ ഇപ്പം ഇങ്ങനെ പിടിപ്പിച്ച് വയ്ക്കണം. അത് കടത്തിൽ അത് അദ്ദേഹത്തിന് കാണാൻ സാധിക്കില്ലായിരുന്നു, അത് ഇത്രയും വലിപ്പമുള്ളത്. എനിക്ക് പെട്ടെന്നുണ്ടായ പ്രേരണയാൽ ഇതോ പ്രലോഭനമൊക്കെ തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപ എൻ്റെ ഉള്ളം കയ്യിലേക്ക് എടുത്തിട്ട് അത് ഞാനിങ്ങനെ അടച്ചു പിടിച്ചു. അപ്പം അത് അങ്ങനെ എൻ്റെ കയ്യിൽ ഇദ്ദേഹത്തിന് എൻ്റെ കയ്യിൽ രൂപമാണ്. ഞാൻ ഇദ്ദേഹത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് തുറന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് അപ്പം കിട്ടിയ പ്രേരണ ഞാൻ പറഞ്ഞു, ഇത് എൻ്റെ ഈശോ ആണ്, ഇതെൻ്റെ കർത്താവ്, ഈ കർത്താവ് തരുന്ന അരി അല്ലാതെ ശിരസ് നഷ്ടപ്പെടുന്ന സമയത്ത് പോലും ഞാൻ മറ്റൊന്നും മേടിക്കില്ല എന്ന്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മനുഷ്യൻ ഇങ്ങനെ ഒരാൾക്ക് കടന്നു പോകാൻ ക്യാപ്പില്ലാത്തൊരു വഴിയിലായിരിക്കണേ, ആ ഇരുന്ന് തീക്കനലുമേ ഒരാൾ ചവിട്ടിയാൽ എത്ര സ്പീഡിലായിരിക്കും ആളെടുത്ത് ചാടണേ, ആ അനുഭവമാണ് എനിക്കുണ്ടായത്. യേശുവിൻ്റെ ഭക്തനാണെന്ന് ഞാൻ അറിഞ്ഞില്ലാട്ടോ, ഇയാൾ എടുത്തൊരു ചാടിയിട്ട് അത് അങ്ങോട്ട് കടന്നു പോയിട്ട് പിന്നെ ആ മനുഷ്യനെ ഞാൻ കാണാൻ എനിക്ക് സാധിച്ചില്ല. കാരണം അത് ആൾക്കൂട്ടത്തിൽ മറിഞ്ഞോ എന്തോ ചെയ്തതെന്ന് എനിക്ക് അറിയാൻ സാധിച്ചില്ല. എന്നെ ആരെല്ലാം അത് ഉപദ്രവിച്ചു എന്ന് എനിക്ക് അന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഇന്നെല്ലാം എനിക്ക് നന്മയായാണ് തരുന്നത്. ഒരാളുടെ ഇതും എന്നെ വെട്ടിയൊരുക്കലായിരുന്നു എന്ന് എനിക്ക് പിന്നീട് ബോധ്യം കിടന്നു. എല്ലാം എൻ്റെ നന്മയ്ക്കായിട്ട് മാത്രമാണ്. എനിക്ക് കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കാനും ഞാൻ നശിച്ചു പോകാതിരിക്കാനും കർത്താവ് എന്നെ അടുപ്പിച്ചതാണെന്ന് എനിക്ക് തോന്നൽ കിടന്നത്. ഞാൻ രണ്ടാമതും കടുത്ത നിരാശയായി കഴിഞ്ഞപ്പോൾ രണ്ടാമത് ഈ മക്കളെ ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു. കാരണം അത്രയ്ക്കും എനിക്ക് ഒന്നും കിട്ടാത്തൊരവസ്ഥ വന്നിരുന്നു. ഒരു ദിവസത്തെ വിശപ്പടക്കാൻ പോലും കിട്ടാനുള്ള അവസ്ഥയിൽ ഞാൻ പിന്നെ ഇനി വെച്ചുകൊണ്ടിരിക്കണം, നമ്മളെല്ലാവരുടെയും അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് ഞാൻ 2-3 ദിവസം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ എഴുന്നേറ്റ് രാത്രി ഞാൻ ഈ ചിന്ത എൻ്റെ മനസ്സിൽ വരുമ്പോൾ എനിക്ക് ഉറങ്ങാൻ സാധിക്കില്ലായിരുന്നു. രാത്രി 12 മണിയാകുമ്പോൾ ഞാൻ എനിക്ക് വന്ന് ഈ ഹാളിൽ ഇവിടെ വന്നിരുന്നിട്ട് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കും എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കും. അതൊക്കെ അങ്ങനെ ആ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഈ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപത്തിന് അന്ന് ഇവിടെ ഇരിപ്പുണ്ട്. ആ രൂപത്തിലേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ എന്തോ എനിക്കൊരു രൂപമായിട്ട് ഒരു ആകർഷണം അനുഭവപ്പെട്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ ബൈബിൾ എടുക്കുന്ന പറയണമാതിരി എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഇവിടെ ഈ ഷോക്കേസ് ചെയ്തൊന്നും അല്ലെങ്കിൽ മുടിഞ്ഞ വാട്ടപ്പല മാത്രമാണ്, അതിന് ബൈബിൾ ഇരിപ്പുണ്ട്. ഞാൻ ആ ബൈബിൾ എടുത്ത് തുറന്നു. ഞാനെപ്പോഴും ഈ ബൈബിൾ എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഈ ബൈബിൾ എടുക്കുമ്പോൾ ഞാൻ കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചൊന്ന് ഈശോയെ വിളിച്ചിട്ടുണ്ട്. ഈ വലത്ത് കൈയുടെ വലത്ത് വിരൽ ഏത് വചനത്തിൻ്റെ ഇരിക്കണം അത് ഈശോയോട് സംസാരിക്കണമായിട്ട് ഞാൻ ചിന്തിക്കാറുണ്ട് പലപ്പോഴും. എല്ലാപ്പോഴും അത് ശരിയായില്ലെങ്കിലും മിക്കപ്പോഴും വലിയ മാനസിക തകർച്ച വരുന്ന സമയത്ത് അത് ശരിയാവാറുണ്ട്. അപ്പോൾ അന്ന് എനിക്ക് കിട്ടിയ ധൂർത്തപുത്രൻ്റെ ഉപമയാണ് ഞാൻ ഈ ബൈബിൾ എടുത്ത് വെച്ചത്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ആ അവസ്ഥയിലൊക്കെ ജീവിക്കുന്ന ആളാണ്. അപ്പോൾ ഈശോ എന്നോട് പാപം ഏറ്റുപറയാൻ പറയേണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ അതിനുമ്പൊക്കെ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ആകെ സംസാരിച്ച ഒരു ദിവസം ഞാൻ കുർബാന സ്വീകരിക്കില്ല. അതായത് അപ്പോഴേക്കും ഞാൻ ഏതെങ്കിലും പാപചിന്തകളൊക്കെ പിന്നെ എൻ്റെ ധാരണ മുഴുവൻ ഇങ്ങനെ കുർബാന സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള ഇതാണ്. പക്ഷെ അന്ന് ഞാനിവിടെ മുട്ടുകുത്തിക്കൊണ്ട് ആ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ദൈവമേ, ഈ വചനം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, പിതാവേ, അങ്ങയ്ക്കെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ പാപം ചെയ്തു, അങ്ങയുടെ പുത്രനെന്ന് വിളിക്കാൻ ഞാൻ ഇനി യോഗ്യനല്ല. അവിടുത്തെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയോട് ഞാൻ പറഞ്ഞു, എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ എനിക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ ഭാഗം ഞങ്ങൾക്ക് തട്ടെ, അല്ലെങ്കിൽ ഈശോ തന്നെ ഞങ്ങളുടെ ജീവൻ തിരിച്ചെടുക്കുന്നു. പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എൻ്റെ ഹൃദയം ശാന്തമായി ഞാൻ പോയി കിടന്ന് ഉറങ്ങി, സുഖമായി ഉറങ്ങി. ഞാൻ എനിക്ക് എപ്പോഴും നേരം വന്നത് അല്ലല്ല എനിക്ക്, കാരണം എന്ത് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു PWDയിലേക്ക് എൻ്റെ ഒരു വണ്ടി കൊണ്ടുപോയിട്ട് അത് നഷ്ടപ്പെട്ട് അത് കിട്ടാണ്ടിരിക്കുന്നു. എനിക്ക് തോന്നി ഞാൻ അതിനുമ്പ് CMCയിലെ സിസ്റ്ററിനോട് ഒന്ന് പറഞ്ഞിരുന്നു കേട്ടോ. കാരണം ചേട്ടൻ ഇന്ന് 4 മണിക്ക് വണ്ടി കിട്ടുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ആ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ എന്തായി പറയണേ, ഞാൻ എത്രയോ തവണ നടന്ന് എവിടെയൊക്കെ കൊണ്ടേ അപേക്ഷിച്ചു, എനിക്ക് തരാത്ത സാധനം ഞാൻ എങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സിസ്റ്ററിനോട് പറഞ്ഞു, ചേട്ടൻ ചേട്ടന് വണ്ടി കിട്ടും. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് പിന്നെ സംഭവം കഴിഞ്ഞപ്പോൾ സിസ്റ്ററോട് ചോദിച്ചപ്പോൾ എങ്ങനെ ഞങ്ങൾ സമർപ്പിച്ചപ്പോൾ ചേട്ടന് വണ്ടി കിട്ടും ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ വന്നു പറഞ്ഞു. പക്ഷെ അന്ന് ഞാൻ ഈ സിസ്റ്ററിനോട് നിർബന്ധിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ വീണ്ടും വൈകുന്നേരം നടന്ന് ബസ്സിന് പോകാൻ എൻ്റെ കാശില്ലാഞ്ഞിട്ട് നടന്ന് അങ്കമാലി പോയി കൊണ്ട് ആ TV ജംഗ്ഷൻ്റെ ആൾക്കാരുടെ ഞാൻ അത് ചെന്ന് കഴിഞ്ഞപ്പോൾ
ഞാൻ ആദ്യം പരാതി പറഞ്ഞു തന്ന സാറ് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ അവിടെ നിൽക്കണമായിട്ട് വന്നതാണ്. അപ്പോൾ എന്നെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കണ്ടിട്ടുള്ള സാർ എന്നെ. ആ സാർ എന്നെ കൈ കാണിച്ച് എൻ്റെ മുഖം റോട്ടിൽ വെച്ചുകൊണ്ട് വിളിച്ചോളൂ, നിങ്ങളല്ലേ എൻ്റെ അടുത്ത് പരാതിയായിട്ട് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതേന്ന് പറഞ്ഞത് പിന്നെ ഇനി അവിടെ ഇട്ട് കച്ചവടം ചെയ്തിട്ട് പറഞ്ഞിട്ട് എനിക്ക് വണ്ടി തിരിച്ചു തന്നു. ആ വണ്ടി തിരിച്ചു തന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതുകൊണ്ട് വന്ന് ഞാനൊരു ചെറിയ കപ്പലണ്ടി വിൽക്കാനായിട്ട് പോയി. അവിടുന്ന് പലരും ഉപദ്രവിച്ചെങ്കിൽ പോലും ഒത്തിരി തിന്മ പ്രവർത്തിക്കുന്ന ഒരാൾ, അങ്ങനെ ചിന്തിച്ച ഒരാൾ എന്നെ സഹായിക്കാൻ വന്ന ആളുടെ സഹായത്താൽ ഞാൻ ആ തൊഴിൽ ചെയ്തു. വീണ്ടും ഒരു നേരം പോയി ചായ കച്ചവടം ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്ത് ഞാൻ ഈ 4 കൊച്ചങ്ങളെ വളർത്തി. പക്ഷേ തുടർന്ന് എനിക്ക് ചികിത്സയ്ക്ക് മറ്റ് മാർഗ്ഗങ്ങളില്ലാണ്ടായി. വീടിൻ്റെ ജപ്തിയുടെ ഭീഷണിയൊക്കെ ആ സമയത്ത് നിലനിൽക്കുകയാണ്. മറ്റു മാർഗ്ഗങ്ങളൊന്നും എനിക്കില്ല. അപ്പോൾ അങ്ങനെ കച്ചവടം ചെയ്താലും മറ്റൊന്നും അതുകൊണ്ട് നിവർത്തിച്ച് കൊണ്ടാൻ പറ്റാണ്ടായപ്പോൾ വീണ്ടും എന്നിൽ ഈ ആത്മഹത്യ ചിന്ത തന്നെയാണ് വന്നത്. അപ്പോൾ ഞാൻ അവസാനം ചിന്തിച്ചു, ഈ എല്ലാവരെയും അവസാനിപ്പിച്ച് ജീവിതം അവസാനിപ്പിക്കുക, നമ്മളെയും കൂടി സമൂഹത്തിന് ഉപയോഗമില്ല. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ ഇനി ഒന്നും വേണ്ട എന്നുള്ളത് ചിന്തിച്ച് ഇരിക്കുമ്പോൾ എൻ്റെ ആരോഗ്യം മോശമായി ഒക്കെ സമയത്താണ് ഞാൻ അങ്ങനെ ചിന്തിച്ച് ഞാൻ ഒരു ദിവസം ഞാൻ ഈ അതിനു പണി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ യുവത്വത്തിൻ്റെ ഉപ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു 10-15 ദിവസമാണ് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഒരാൾ മരുന്ന് വേണോ എന്ന് ചോദിച്ചുകൊണ്ട് വില പതിരും. അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക് വന്ന് കയറുകയും ഇവിടെ വന്ന് ഞങ്ങളുടെ അനുവാദം ഇല്ലാണ്ട് തന്നെ ഇവിടെ വന്ന് ഒരു ഒടിഞ്ഞ വെച്ചവിടെ കിടക്കണേ, അതുമേ ഇരിക്കണേ, ഒരു മെഴുകിയ തറ ഇങ്ങനെ അവിടെ കുഴി ഇവിടെ കുഴിയൊക്കെ ആയിട്ട് ഒരു ഓർഡിൽ കിടക്കണം അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അവിടെ വന്നിരുന്നുണ്ട് എന്നോട് എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് സംസാരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, പോയച്ച മതി എന്ന് പറഞ്ഞു. കാരണം കാശ് കൊടുക്കാനില്ലാനും പറഞ്ഞു. പക്ഷെ എൻ്റെ കൈക്ക് പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞു 3 മാസത്തിൽ കൂടി ജീവിക്കാൻ പറ്റില്ല, ആരോഗ്യം എത്ര മോശമായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പറയാതെ തന്നെ ഒരു കുപ്പി പച്ചവെള്ളം കൊണ്ടുവരാൻ വേണ്ടി എൻ്റെ ഭാര്യ അത് ഒരു കുപ്പി പച്ചവെള്ളം അവിടെ കൊണ്ടുവന്നു കൊടുത്തു. ഞാൻ അവളെ കുറേ വഴക്കൊക്കെ പറഞ്ഞു, നിനക്ക് വല്ല പണിയൊന്നുമില്ല വേറെ സമയങ്ങളായിരുന്നു. പക്ഷെ ആ പച്ചവെള്ളത്തിലേക്ക് എന്തോ ഒരു സാധനം തിരുമ്മി പൊടിച്ച് കിട്ടും. അത് ഞാൻ കണ്ടപ്പോൾ ഒരു പച്ചവെള്ളിയാണ്, ഞാൻ കണ്ടിരുന്ന പൊതി എന്താ കിട്ടിയിരിക്കുന്നത്, അത് ഇത്രയുള്ളൊരു പച്ചവെള്ളി, ആ ഒരു പൊതി മാത്രമാണ് അതിനകത്ത് അത് എടുത്തത്. അതിങ്ങനെ തിരുമ്മി പൊടിച്ചതിനകത്ത് ഇട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോയ സമയത്ത് എന്നോട് ഒരു വാക്ക് മാത്രം പറഞ്ഞു, കാണിക്കില്ല എന്ന് പറഞ്ഞാൽ ആസ്പത്രിയിൽ പോയി ഞാൻ കാണണ്ടാട്ടോ എന്ന് പറഞ്ഞു. അത് ആ വാക്കാണ് എന്നെ ഇത് ചെയ്തത്. അപ്പം ഞാൻ ഈ ആളാരെന്ന് ചിന്തിച്ചു. അത് പോയി ഞാനത് പിന്നകത്ത് കാര്യമായിട്ടൊന്നും എടുത്തില്ല. ഞാൻ വീണ്ടും അതുപോലെ തന്നെ അതിന് പക്ഷേ ഭാര്യ നിർബന്ധിച്ച് ഈ വെള്ളം പകർന്നു കൊണ്ടുവന്ന് എനിക്ക് തന്നപ്പോൾ ഞാൻ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ് ഒച്ചപ്പാടൊക്കെ ഉണ്ടായെങ്കിലും അവസാനം നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ഒരു ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം ഈ വാതിൽക്ക വെച്ചുകൊണ്ട് ഞാനത് മേടിച്ച് കുടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തോ ഇതിനൊരു അപാര ശക്തിയാണെന്ന് എനിക്ക്. അതായത് എൻ്റെ ഈ രോമകൂപങ്ങളെല്ലാം ഈ നമ്മുടെ ശരീരത്തിലൊക്കെ രോമകൂപങ്ങളുടെ ദ്വാരങ്ങൾ എന്നൊക്കെ നമ്മളിങ്ങനെ പറയണ വായിച്ച കേൾക്കണ മാതിരി അത് ഇതിനൊക്കെ അന്തരീക്ഷത്തിൽ ശക്തി എൻ്റെ ശരീരത്തിലേക്ക് കയറേണ്ടെന്നൊരു തോന്നലിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇല്ല പറഞ്ഞ് കാണിക്കില്ല എന്നൊരു സ്ഥലത്ത് പോയി കാണണ്ടെന്ന് പറയലും ഈ വെള്ളം എനിക്ക് തരില്ല, ഈ വെള്ളം കുടിക്കുമ്പോൾ എൻ്റെ ശരീരത്തിലുണ്ടായ മാറ്റം കൂടി ചിന്തിച്ചിട്ട് ഞാൻ എനിക്ക് തോന്നി ഇതൊന്നും ഇതൊരു ശക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നി. അത് ഞാൻ ഉപയോഗിച്ച് ആ വെള്ളം തീരുന്നവരെ ഞാൻ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. പുകയില മദ്യത്തിൽ നിന്നൊക്കെ ഞാൻ പിന്നോട്ട് പോയി. പിന്നെ അതിനു മുമ്പായിട്ട് കൊണ്ടിട്ടോ എനിക്ക് അനുഭവം. ഞാൻ ഈ മദ്യം കഴിക്കാൻ പോണ സമയത്ത് ഞാൻ മദ്യം കഴിക്കണമെന്നാണ് ആസക്തിയിൽ ഞാൻ പോണ സമയത്ത് ഞാൻ ടൗൺ കപ്പോളയിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ പുത്തമ്പാനയുടെ പുസ്തകം ഒരുക്കുണ്ടാവും. ഞാൻ ആ പുത്തമ്പാനയുടെ പുസ്തകത്തിന് മുമ്പിൽ നോക്കിയിട്ട് മുൾമുടി കൂടി ഈശോയുടെ ചിത്രമാണ്. അപ്പം ഞാൻ പറയും എന്നെ മദ്യത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഈശോ എന്ന് പറഞ്ഞാൽ ഞാൻ മദ്യം കഴിക്കാൻ പോണേ. അപ്പം ഈശോയോട് പറയും എനിക്കിത് ഭയങ്കര എന്നെ രക്ഷിക്കാനായിട്ടെന്ന് പറഞ്ഞാൽ മദ്യം കഴിക്കാൻ പോകും. എന്നിട്ട് പിന്നെ എല്ലാം നഷ്ടപ്പെട്ട് നടന്നു പോയി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. രാത്രി 5-10 കിലോമീറ്റർ ഞാൻ നടക്കും രാത്രി 12 മണിക്ക് കഴിഞ്ഞിട്ട്. അങ്ങനെ നടന്ന് എൻ്റെ ജീവിത പങ്കാളി അതിനോടൊപ്പം കഷ്ടപ്പാടാവളും കഷ്ടപ്പാടിൻ്റെ ഒരു വലിയൊരു മല തന്നെ ഞങ്ങൾ വലിക്കുന്ന മാതിരി ഒരു. പക്ഷെ അവിടെയൊക്കെ എനിക്ക് അനുഭവപ്പെട്ടത് ഈ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് നല്ല കടത്തിൽ നിന്നൊക്കെ ഞാൻ പയ്യൊന്ന് രക്ഷപ്പെട്ടു. ഞാൻ അങ്ങനെ ഒരു ജീവിത വരുമാന മാർഗ്ഗം എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ ജീവിച്ച വീടൊക്കെ ഇതൊക്കെ നന്നാക്കി ഇങ്ങനെ വന്നിട്ട് രോഗസൗഖ്യങ്ങൾ വന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് ലിവറിൻ്റെ ഒരു കംപ്ലയിൻറ്റ് വന്നിരുന്നു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർ സിറോസായിട്ട് തിരിഞ്ഞോന്നൊന്ന് ചോദിച്ചാൽ എനിക്കത് അറിയില്ലായിരുന്നു. ഞാനൊരു കുറച്ച് നാൾ മുമ്പ് അതിന് മുമ്പ് ലിസി ആസ്പത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കിഡ്നിസ്റ്റോണിന് അന്ന് ഞാൻ ചെന്നത്. അപ്പോൾ പുറത്തേക്കാണ് സ്കാനിങ്ങിന് എഴുതിയത്. ആ സ്കാനിങ്ങിന് ഡോക്ടർ അത് സ്കാൻ ചെയ്തിരിക്കാൻ എന്നോട് പറഞ്ഞു എത്ര കുട്ടികളാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു ഞാനൊരു കാര്യം നിങ്ങളോട് വെളിപ്പെടുത്തി തരാണ്. ഞാനിപ്പോൾ അതിനല്ല നിങ്ങളെ ഇത് എടുക്കണമെങ്കിലും നിങ്ങളുടെ ലിവർ കംപ്ലയിൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, വലിപ്പം വന്നിരിക്കുകയാണ്. അതൊരു 10 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാമേജ് ആവും, ചുരുങ്ങിയ ഡാമേജ് പിന്നെ നമുക്ക് മരുന്നില്ല. അപ്പോൾ അതുവരെയൊക്കെ നിങ്ങളുടെ ആയുസ് നിലനിൽക്കണം. ഞാൻ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ജീവിതചര്യയൊക്കെ ഒന്ന് വ്യത്യാസം വരുത്താൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, അത് ഉപയോഗിക്കുന്നത് ഡോക്ടർ എന്നോട് ഇങ്ങനെ പറയണേ. പക്ഷെ എൻ്റെ ഈ 4 മക്കളെ വളർന്ന തിരക്കിൽ ഇതൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല. ഞാൻ മറന്നേ കളഞ്ഞിരുന്നു. അങ്ങനെ സമയം ഞാൻ ഓർക്കുക പോലും ചെയ്തില്ല. ഒരു 10-12 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് എക്കള് വന്ന് ബുദ്ധിമുട്ട് വന്ന് വയറ് വീറും ഇങ്ങനെ വന്ന് ഞാനൊരു 1.5 വർഷം ഇവിടെ ചികിത്സിച്ചു. അങ്ങനെ പല ഡോക്ടർ. അപ്പോൾ ഈ ലിവറിൻ്റെ കംപ്ലയിൻ്റ് ആരും അങ്ങനെ അറിയുന്നില്ല. അവസാനം എല്ലാവരും മനോജ് ഡോക്ടറെ കണ്ടപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ലിവറിൻ്റെ ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. ലിവറിൻ്റെ അങ്ങേറ്റം മോശമായി, മരുന്ന് ശരീരമായിട്ട് പ്രതികരിക്കാത്ത അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇത് അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതിനൊക്കെ പല സ്ഥലത്ത് ക്യാൻസർ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അറിഞ്ഞു.
അപ്പോൾ അത് കഴിഞ്ഞ് ഡോക്ടറിനോട് പറഞ്ഞു എറണാകുളത്ത് പിൽപ്പസ് ഡോക്ടറെ അടുത്ത് പോയി നോക്ക്, അവിടെ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ളൂ എന്ന്. ഞാൻ അങ്ങനെ പിൽപ്പസ് ഡോക്ടറെ വീട്ടിൽ ചെന്നു. അവിടെ വെളുപ്പിന് 3 മണിക്ക് ഇവിടുന്ന് പോകും, 6 മണിയാകുമ്പോൾ പാലാരിവട്ടത്ത് ചെന്ന് ഡോക്ടറെ വീട്ടിൽ കാണും. ഡോക്ടറെ ചാർജ് ആണ് 500 രൂപയാണ് നമ്മളത് കൊടുത്തിട്ടുണ്ടാണ്. ബ്ലഡ് ഇവിടുന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ ഞാൻ ഇടയ്ക്ക് തർക്കിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറുടെ ആസ്പത്രിയിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന്, ഒന്നും കഴിക്കേണ്ട ടെസ്റ്റ് അവിടെ 1250 രൂപയാണ് ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ ഇവിടെ 10 പൈസ എടുക്കാനില്ല. എനിക്കിവിടെ ഹൈടെക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ 700 രൂപയ്ക്ക് ടെസ്റ്റ് ചെയ്ത് 750 മേടിക്കുന്നത്. അപ്പോൾ ഈ ടെസ്റ്റ് ഡോക്ടർ അംഗീകരിക്കുന്നതാണ്. ഞാൻ പുള്ളിയായിട്ട് ഒരു ദിവസം തർക്കിച്ചു, എന്തുകൊണ്ടാണ് സമ്മതിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞ് വിശ്വാസയോഗ്യമല്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്ക് അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അവസ്ഥയെ അറിയുമ്പോൾ ഡോക്ടറിനോട് ടെസ്റ്റ് ചെയ്തോളാം പറഞ്ഞു. അങ്ങനെ ഞാനൊരു 2 വർഷക്കാലോ 2.5 വർഷക്കാലമായിട്ട് ചെന്നു. അപ്പോൾ ഡോക്ടറിന് പറഞ്ഞു രക്ഷപ്പെടുത്താൻ സാധിക്കും, ട്യൂബ് ടെസ്റ്റ് രക്ഷപ്പെടുത്താൻ സാധിക്കില്ല, പക്ഷേ നിങ്ങൾ മദ്യമൊന്നും കഴിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചാൾ നീണ്ടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ പോയി 2-3 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മകളുടെ ഉടുപ്പ് മാറ്റം, 2 മക്കൾ സിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ 2ാമത്തെ മകളുടെ ഉടുപ്പ് മാറ്റത്തിൻ്റെ സമയം വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു 10 ദിവസം ഞാൻ വീണ്ടും ഡോക്ടർക്ക് ചെല്ലണേ. അപ്പോൾ എന്നോട് അപ്പോൾ എനിക്ക് ഞാനും ആവശ്യമായി തീരെ മുഖത്തൊക്കെ ഇങ്ങനെ ഇതാക്കി ആയി കഴിഞ്ഞപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ഇനി എൻ്റെ ഇടയ്ക്ക് നിങ്ങൾ വരണ്ട, നിങ്ങൾ ഇത്ര അകലിൽ നിന്ന് വണ്ടി ഓടിച്ച് ഇവിടെ വന്ന് നിങ്ങളിവിടെ തരാൻ പറ്റേണ്ടതായിട്ടുണ്ട്. അപ്പം ഇനി നിങ്ങൾ അവിടെ നിന്ന് ഡോക്ടറെ കണ്ടെച്ചാൽ മതി, വേറെ ഇതൊന്നും നിങ്ങളില്ല. ഇനി നിങ്ങളുടെ ഹാർട്ടൊന്ന് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികം അനുവദിക്കുമെങ്കിൽ നിങ്ങൾ എൻ്റെ ആസ്പത്രിയിൽ വിട്ട് ആവാണെങ്കിൽ അത് വേണമെങ്കിൽ ചെയ്യാൻ പേയ്മെൻറ്റ് വേണ്ടത്. അങ്ങനെ ഞാനപ്പോൾ ഡോക്ടറോട് ഇവിടെ മകളുടെ ഉടുപ്പ് മാറ്റുന്നതിന് തിരക്കാം. അപ്പോൾ ഞാൻ ഒരു 10 ദിവസത്തെ ഗുളിക്ക് എഴുതാട്ടെ എന്ന് പറഞ്ഞു. എഴുതുന്നൊരു 60 രൂപയുടെ 70 രൂപയുടെ ഗുളിയാണെന്ന് തോന്നണേ ഞാൻ അതന്നു ഉപയോഗിച്ചിട്ടുണ്ട് ഡെയിലി. അങ്ങനെ മകളുടെ ഉടുപ്പ് മാറ്റുന്നതിന് റിഹേഴ്സലിന് തന്നെ ചെങ്ങൽ മഠത്തിലേക്ക് വിളിക്കുന്നു. അപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് ഗുളിയാഴ്ച ഉണ്ടായില്ല. എനിക്ക് ആ റിഹേഴ്സലിൻ്റെ സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര വിഷമം, ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ വയറിങ്ങനെ വീറും. എന്നിട്ട് ഈ വലിയ എക്കിളും ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാക്കും. എക്കിളും നാളെ വരെ എന്നിട്ട് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. ഹാർഡ് വർക്ക് ഇപ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ചെന്ന് അവിടെ ചെന്നപ്പോൾ അങ്ങനെ വിഷമം കണ്ട് അന്ന് തലേദിവസം അത് കഴിഞ്ഞ് അങ്ങനെ പോന്നു. പിറ്റേ ദിവസം ഉടുപ്പുമാറ്റത്തിൻ്റെ ആ കുർബാന കഴിഞ്ഞ് മകൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, അപ്പോൾ അവളുടെ പേര് ഗ്രേസ് ബെൽ, അവളെ എന്നോട് വന്നു, എന്നെ കെട്ടിപ്പിടിച്ചോണ്ട് വന്നു. എൻ്റെ തലയിൽ മുടി വെച്ച നേരത്ത് അപ്പച്ചൻ്റെ അസുഖം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നു. പിന്നെ ഇന്ന് വരെ മരുന്ന് ഇഷ്ടമില്ല. ലിവറിന് മരുന്ന് ഇന്നാളെ ഞാൻ എനിക്ക് സംശയം വന്നിട്ട് ഈ ഇടയ്ക്ക് എക്കളൂരും. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഡോക്ടർ ആ കണ്ടീഷനാണ് നിങ്ങളുടെ ലിവറിനിപ്പോൾ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. കപ്പലണ്ടി വണ്ടി ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ഈ ബുദ്ധിമുട്ടൊക്കെ ആയിക്കഴിയുമ്പോൾ അവസാനം രണ്ടിയിലെ കപ്പലണ്ടി വെക്കാനായിട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും അതായത് അവിടെ ചെന്നപ്പോൾ ഞാനന്ന് പോകണതൊരു കുപ്പിയിലൊരു മണ്ണെണ്ണ തിരിയിട്ട് കത്തിച്ചുകൊണ്ട് ശരിയൊരു കീറാത്ത മുണ്ട് എനിക്ക് കൊടുക്കാനില്ല. അങ്ങനെയാണ് എന്നെ കാണുമ്പോൾ പലരും വഴി മാറിപ്പോയായിരുന്നു എൻ്റെ ബന്ധക്കാർ. ഈ ടൗണിൽ നമ്മളിത് സ്വന്തമാണെന്ന് പറയാനുള്ള, ഞാനിത് എൻ്റെ സ്വന്തക്കാരാണെന്ന് പറയാനുള്ള ആ അവസ്ഥയിൽ ഞാൻ താഴെ എഴുപ്പോൾ, അതായത് 200 രൂപയൊക്കെ പറയണമാതിരി ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ താണുപോയി. അപ്പോൾ ഞാൻ വെച്ചാൽ എല്ലാവരും ഉപദ്രവിച്ച് ഇങ്ങനെ മാറ്റി കളയാണ് തന്നെ. ഇവിടെ ഇടാമല്ല ഇവിടെ ഇടാമല്ല, എനിക്ക് ടൗണായിട്ടൊന്നും പരിചയം പോരാ. അപ്പോൾ അതിൽ ഞാൻ ഇന്ന് മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരിലും നന്മയുണ്ട് ഞാൻ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു മനുഷ്യൻ അവനെ എപ്പോഴും സമൂഹത്തിലൊരു ഏറ്റവും മോശപ്പെട്ടവനായിട്ട് കണക്കൂട്ടുന്ന ഒരാൾ. അവർ 2 ആൾ മരിച്ചു, ഭാര്യയും ഭർത്താവും മരിച്ചു. ഭാര്യ വലിയ ചരിത്രം വെച്ച കളവിൻ്റെ കേസിട്ടും അതൊക്കെ ആയിട്ട് നടന്ന ഭർത്താവ് ഇവനും ഭയങ്കര ഇതാണ്. എല്ലാവരും ഉണ്ടിയും തള്ളയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് സങ്കടം മാറ്റി ഞാൻ കണ്ണും തുടച്ച് മാറി വന്നപ്പോൾ അവൻ വന്നിട്ട് ഇവരോട് പറഞ്ഞു, അതേ കാര്യമാണെങ്കിൽ നിർത്തിക്കൊണ്ട് എന്താ ഞാൻ എൻ്റെ വണ്ടി ഇങ്ങനെ മാറ്റുകയാണ്. അവിടെ ഇനി തൊട്ട് ഞാൻ ഇനി ഇവിടെ വിൽക്കാൻ കൊണ്ടുവരുന്നില്ല. അത് എൻ്റെ വണ്ടിയുടെ സ്ഥാനത്ത് ഇദ്ദേഹത്തിൻ്റെ വണ്ടിയിട്ട് ഇദ്ദേഹം എന്ന് കപ്പൽ വിട്ടു. ഞാൻ നിങ്ങൾക്ക് തടയാൻ പറ്റില്ല, എൻ്റെ സ്ഥലത്തല്ലേ അത്, ഞാൻ ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. എനിക്ക് പന കയറാനറിയാം. ഞാൻ പോയി പന അതിപ്പോൾ അടക്കത്തിന് പന ഓല കിട്ടുമ്പോൾ ഞാൻ അങ്ങനെ ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ഷാജി എന്നാണ് അവൻ്റെ പേര്, മരിച്ചുപോയിട്ടുണ്ട് ഇപ്പം. അങ്ങനെ ഒരു അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയാണ് എല്ലാവരിലും നന്മ. ടൗണിൽ ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ ഒത്തിരി ആളുകൾ പോക്കറ്റടിക്കാർ ഇങ്ങനെ, ഞാൻ പോക്കറ്റടിച്ചല്ലേ കേട്ടോ, ഞാൻ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഒരിക്കലും. പക്ഷെ അവരിലൊക്കെ ഒരു നന്മ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാ കിട്ടണ കാശ് കൊണ്ട് അവരുടെ കൂട്ടത്തിലുള്ള അന്ന് ഇര കിട്ടാത്തവനവർ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് അവർ ഭക്ഷണം കഴിക്കാൻ നിർത്തിയില്ല, ഇവന് കിട്ടിയേക്കണ കാശിന്ന് ഇവന് ചിലപ്പോൾ 2000, 5000, 10000 കിട്ടിയിട്ടുണ്ടാവും. അതൊക്കെ കുടിച്ച് മറ്റവനെയും കുടിച്ച് പൂസാക്കിച്ച് ഇവന് ഭക്ഷണമൊക്കെ കൊടുത്ത് ഇതന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനന്ന് മനസ്സിലാക്കിയാണ് അവരിലൊക്കെ ഈ പരസ്പരം മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ള ഒരു നന്മ അവരിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നമ്മൾ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുകയും വിചിത്രമാണെന്ന് തോന്നുന്ന നമ്മൾ ധരിക്കുന്ന ആളുകളെ വിട്ട് അവരൊക്കെ കുറ്റക്കാരാണെന്നല്ല ഞാൻ പറയണേ, ആ വിട്ടിട്ടുള്ള നന്മ ഞാൻ ഇവരിൽ ഇങ്ങനെ കാണുന്നുണ്ട്. പിന്നെ അത് ഞാൻ ചിലപ്പോൾ ഈ മറ്റുള്ള ഈ പാവസ്ഥ സ്ത്രീകൾ ആ കാലഘട്ടത്തായിരുന്നു, ഇന്നതില്ല. ഇന്ന് അവരിങ്ങനെ യാത്രയായി വന്നിട്ടും നമ്മൾ ഈ കമ്പനി കൊണ്ടു ഇങ്ങനെ അന്നത്തെ കാലഘട്ടം കങ്ങമാരി അങ്ങനെയാണ്. 30-35 കൊല്ലം നമുക്ക് ഇങ്ങനെ യാത്ര വന്നിട്ട് അതിൽ ആവശ്യക്കാർ ഓട്ടോറിക്ഷയിൽ കയറ്റി വരെ കൊണ്ടുപോകും. അങ്ങനെയൊക്കെയുള്ള കാലഘട്ടം ഇതൊരു ബിസിനസ് പോലെയായിരുന്നു. അപ്പോൾ അവരിൽ വെളുപ്പിന് വന്നിട്ട് 5 മണി നമ്മൾ ചെല്ലുകയാണെങ്കിൽ ഇവരിൽ അവരൊക്കെ അത് കഴിഞ്ഞാൽ തൊഴിൽ കഴിഞ്ഞാൽ വരുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരിലും നമ്മൾ ഈ നന്മയാണ് അവരത് കിട്ടാത്ത ആളുകൾക്ക് അവരത് ചേഞ്ച് ചെയ്യണം, അവരുടെ കാശ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അവരാ മറ്റവൻ്റെ വിശപ്പും കൂടി ഇവൻ അറിഞ്ഞിരിക്കുന്നൊരു നന്മ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ ഇത് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയേക്കണത് കർത്താവ് ഈശോ എല്ലാവരിലും ഉണ്ട്. അവിടെ പാപിക്കോ അല്ലെങ്കിൽ മറ്റേ നമ്മൾ നീതിമാനാണെന്ന് വിചാരിക്കുന്ന ആളുകളിൽ കൂടുതൽ ഈ പാപികളിൽ കൂടി ഈശോ പ്രവർത്തിക്കുന്നുണ്ട്.
അപ്പോൾ എനിക്ക് തോന്നുന്നു ഓരോ കഷ്ടപ്പാടുകളും നമ്മുടെ നിത്യജീവനിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ടാണ് പിന്നെ എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാൻ ഈശോയോട് കുർബാനാണ് ചോദിക്കുന്നത്, കുറച്ച് കഷ്ടപ്പാടൊക്കെ എനിക്ക് തന്നേരായിട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഒരു മുൾമുടിയും ഒരു നിന്ദനവും ഒരു ചാട്ടവാറടിയും ഒരു തുപ്പലും ഒക്കെ എനിക്ക് ഏക്കാൻ ഈശോയുടെ നാമത്തിൽ. പക്ഷേ അത് വേറൊരു ഭാഗം കൂടി ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കും. അത് ഉണ്ടാകുമ്പോൾ സാറിന് മനുഷ്യൻ്റെ ക്ഷിപ്രകോപത്താൽ നമ്മൾ അതുകൊണ്ട് പ്രാവാണ്ട് അത് ഈശോയുടെ പീഡാനുഭവത്തിനോട് സഹിക്കാനുള്ളൊരു സന്മനസ് തന്നുകൊണ്ട് എനിക്ക് അതിനോട് സ്തുതിക്കാനുള്ളൊരു ഇതുകൊണ്ട് തന്നെ. കാരണം എനിക്ക് അത്രമാത്രം ഈശോയോട് ഞാനത് ഈ കഷ്ടപ്പാടുകളാണ് എന്നെ ഈശോയിലേക്ക് അടുപ്പിച്ചത്. ഈ കഷ്ടപ്പാടുകളാണ് ഇത്രയും അതമ്പതിച്ചു പോയ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന്